തൃക്കാക്കര നഗരസഭയിലെ 3 അംഗങ്ങളെ അയോഗ്യരാക്കിയതിൽ വെട്ടിലായി ഇടതുപക്ഷം. പ്രതിപക്ഷത്തെ 2 CPM അംഗങ്ങളെയും ഭരണപക്ഷത്തെ 1 കോൺഗ്രസ് അംഗത്തെയുമാണ് ഹാജരില്ലാത്തതിന്റെ പേരിൽ അയോഗ്യരാക്കിയത്. എന്നാൽ കൗൺസിലിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ അയോഗ്യരായ അംഗങ്ങളുടെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ പിന്തുണ വേണ്ടിവരും. തുടർച്ചയായി 3 മാസം സ്ഥിരം സമിതി യോഗങ്ങളിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് CPM അംഗങ്ങളായ ഉഷ പ്രവീൺ, സുനി കൈലാസൻ, കോൺഗ്രസ് അംഗം രജനി ജിജൻ എന്നിവരെ നഗരസഭാ സെക്രട്ടറി അയോഗ്യരാക്കിയിരുന്നു. അയോഗ്യരാക്കിയ തീരുമാനം ഇന്നു ചേർന്ന കൗൺസിൽ യോഗം അംഗീകരിച്ചു. അംഗത്വം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അയോഗ്യരാക്കപ്പെട്ടവർ നൽകിയ കത്ത് അടുത്ത കൗൺസിൽ യോഗം പരിഗണിക്കും. എന്നാൽ അംഗങ്ങളുടെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിൽ ഭരണപക്ഷമായ UDFന്റെ നിലപാട് നിർണായകമാകും. പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം കൗൺസിലിൽ ഭൂരിപക്ഷമുള്ള UDF തള്ളിയാൽ CPM അംഗങ്ങൾ അയോഗ്യരായി തന്നെ തുടരും. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ രാധാമണിപ്പിള്ള പറഞ്ഞു. നമ്മൾ ഇന്നിപ്പോൾ അവരുടെ അയോഗ്യത അംഗീകരിച്ചു. അവരുടെ റിപ്പോർട്ട് അവരടുത്ത കൗൺസിലിൽ തരും. അത് വെച്ചിട്ട് നമ്മൾ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കി കൊടുക്കണം എന്നുള്ളതാണ് തീരുമാനം. 2 CPM കൗൺസിലുണ്ട്, അവരുടെയും കാര്യം അത് നമ്മൾ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അതേസമയം ഭരണപക്ഷം പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷത്തിനില്ല. കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ നിയമപരിഹാരം തേടുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് MK ചന്ദ്രബാബു പറഞ്ഞു. ഒരു UDFന്റെ അംഗമുണ്ട്, ഒരു 2 CPMന്റെ അംഗങ്ങളുണ്ട്. അവരെ പാസ്സാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. ഞങ്ങൾ എത്ര LDFന്റെ കൗൺസിലർമാരെല്ലാം ആവശ്യപ്പെടും. പക്ഷെ അവരത് അംഗീകരിച്ചില്ലെങ്കിൽ അയോഗ്യതയാക്കും. അപ്പോൾ അജിതയ്ക്ക് പാസ്സാക്കി കൊടുത്താൽ നിയമം വെച്ചുകൊണ്ട് തന്നെ പാസ്സാക്കി കൊടുത്താൽ ഞങ്ങൾ കോടതി പോകാനാണ് തീരുമാനിച്ചത്. നേരത്തെ മുൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെയും സ്ഥിരം സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി അയോഗ്യയാക്കിയിരുന്നു. പിന്നീട് കൗൺസിൽ യോഗം ചേർന്ന് അജിതയുടെ അയോഗ്യത റദ്ദാക്കുകയായിരുന്നു. ചട്ടം മറികടന്നാണ് അജിത തങ്കപ്പനെ തിരിച്ചെടുത്തതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.